ഇപ്പോൾ കാഫർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് കുറച്ച് സംഘർഷഭരിതമാകുന്ന ഒരു തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പോലീസുമായി ഏറ്റുമുട്ടുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ആ മാർച്ചിൽ സംഘർഷമുണ്ടാകുന്നു. കാഫർ സ്ക്രീൻഷോട്ട് വിവാദത്തിലാണ് കോഴിക്കോട് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്. അതിലിപ്പോൾ പോലീസുമായി ഉന്തും തള്ളുമൊക്കെ ഉണ്ടാകുന്നു. ആദ്യ ഘട്ടത്തിൽ കോഴിക്കോട്ടെ യൂത്ത് കോൺഗ്രസ് മാർച്ചിലാണ് ഇപ്പോൾ പ്രതിഷേധമുണ്ടായിരിക്കുന്നത്. കാഫർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ജനത്തെ തമ്മിലടിപ്പിക്കാനുള്ള നീക്കം എന്നുള്ളതാണ് ആരോപണം. അതിൽ പ്രതികളെ അല്ലെങ്കിൽ അതിൽ കുറ്റക്കാരെ വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ കണ്ടെത്തിയവരെ പിടികൂടുന്നില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധമുള്ള ഇതുവരെ മൊഴിയെടുത്തവരെ പ്രതി ചേർക്കുന്നില്ല, ആ കേസന്വേഷണം മുന്നോട്ടേക്ക് പോകുന്നില്ല എന്നൊക്കെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഈ സമയത്തെ ആരോപണം. നമുക്ക് നേരത്തെ അറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി വലിയ ചർച്ചാ വിഷയമായി നിൽക്കുന്നുണ്ട് കാഫർ സ്ക്രീൻഷോട്ട്. അതിൽ റിബേഷ് എന്ന് പറയുന്ന ഒരു ഡിവൈഎഫ്ഐ നേതാവ് അടക്കം അദ്ദേഹമാണ് ആദ്യ കണ്ണി, അല്ലെങ്കിൽ വ്യാജ സ്ക്രീൻഷോട്ടിന് തുടക്കമാവുന്നതാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹമാണോ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് എന്നതിലടക്കം ഇപ്പോഴും അവ്യക്തത ബാക്കിയായി നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ ആരാണ് ആ സ്ക്രീൻഷോട്ട്, നാടിനെ തകർക്കാൻ ആവശ്യമായ പ്രഹരശേഷിയുള്ള സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് ആരാണ് എന്ന ചോദ്യത്തിന് മറുപടി ഇപ്പോഴും പുറത്തില്ല. അത് പോലീസ് അന്വേഷിക്കുമെന്ന് പറയുമ്പോൾ പോലും ഈ ദിവസം ഇത്രയാകുമ്പോഴും അതിനെക്കുറിച്ച് കൃത്യമായ വ്യക്തതയില്ലാത്തൊരു സാഹചര്യമുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ കോഴിക്കോട്ടെ മാർച്ച്. പോലീസിന് ജലപീരങ്കി പ്രയോഗമടക്കം ഉണ്ടാകുന്നുണ്ടെങ്കിൽ കൂടിയും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടക്കാർ അവിടെ തന്നെ നിൽക്കുകയാണ്. പോലീസുമായി ഒരു നേർക്കുന്ന ഏറ്റുമുട്ടലിലേക്ക് തൽക്കാലം പോകുന്നില്ല. അഭിജിത്ത് മുഴക്കുന്നു ചേരുന്നു. അഭിജിത്ത്, സംഘർഷഭരിതമാകാനിടയുണ്ടോ ആ സമരം? ഹാഷ്മി, നിലവിൽ അതിന് ചെറിയൊരു സാധ്യതയുണ്ട്. കാരണം പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ കൂട്ടാക്കാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. നേരത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ IG ഓഫീസിന് മുന്നിലേക്ക് മാർച്ചുമായി എത്തിയത്. അതിന് തൊട്ട് മുൻപ് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് ഈ പ്രവർത്തകരെ തടയുന്ന ഒരു സ്ഥിതിയുണ്ടായി. പിന്നീട് ഈ ഒരു ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകരുടെ ഭാഗത്ത് ശ്രമമുണ്ടായി. പിന്നാലെ ജലപീരങ്കി പോലീസ് പ്രയോഗിച്ചു. നിലവിൽ പ്രവർത്തകർ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. അവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോലീസിനെതിരെയും ഒപ്പം തന്നെ ഈ കാഫിർ വിഷയത്തിൽ ഉൾപ്പെടെയുള്ള തങ്ങളുടെ നിലപാട് മുദ്രാവാക്യമായി വിളിച്ചുകൊണ്ട് അവിടെ പ്രതിഷേധിക്കുകയാണ്. നേരത്തെ തന്നെ ഈ കാഫിർ വിഷയത്തിൽ പോലീസ് പ്രതികളെ സംരക്ഷിക്കുന്നു എന്നുള്ളതായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആരോപണം. കൃത്യമായ രീതിയിൽ പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് FIR ഇട്ടൊരു നടപടിയിലേക്ക് കടക്കാൻ പോലീസ് തയ്യാറാകാത്തത്? ഇത് ചിലരെ സംരക്ഷിക്കാനുള്ള പോലീസിന്റെ നീക്കമാണ് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആരോപണം. ഇന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കാഫിർ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആരോപണം ഷാഫി പറമ്പിലിനെതിരെ CPIM-ഉം CPM നേതാക്കൾ വലിയ രീതിയിൽ ഉന്നയിച്ചതാണ്. പക്ഷേ പോലീസിന്റെ ഒരു അന്വേഷണം വരുമ്പോൾ, പോലീസ് ഹൈക്കോടതിയിൽ ഒരു റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ആ റിപ്പോർട്ട് CPM-നെതിരെയാണ്, CPM-ന്റെ സൈബർ ഗ്രൂപ്പുകൾക്കെതിരെയാണ് വന്നത്. പക്ഷെ എന്നിട്ടും പിന്നീടുള്ള ഒരു അന്വേഷണം, പിന്നീട് FIR ഇട്ടുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? അത് ദുരൂഹമാണ്. അത് പോലീസ് ഈ വിഷയത്തിൽ CPIM-നെ സംരക്ഷിക്കുന്നു എന്നതിന്റെ തെളിവാണ് എന്നുള്ള കാര്യമാണ് യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്നത്, യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്. നിലവിൽ അക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. പോലീസ് അതിനെ മീറ്ററുകൾക്കിപ്പുറം തന്നെ, IG ഓഫീസിന്റെ മീറ്ററുകൾക്കിപ്പുറത്ത് വെച്ച് തന്നെ തടയുന്ന ഒരു സാഹചര്യമുണ്ടായി. നിലവിൽ ചെറിയ രീതിയിലുള്ള ഒരു സംഘർഷം, പോലീസുമായി ഒരു വാക്കേറ്റം ഉണ്ടായി, ഉന്തും തള്ളും ഉണ്ടായി. ഇപ്പോഴും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ ഈ ബാരിക്കേഡിന് മുൻപിൽ നിലയുറപ്പിച്ചിരിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. അവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നുണ്ട്. 2-3 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഏതായാലും നിലവിൽ ഇപ്പോഴും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തങ്ങളുടെ പ്രതിഷേധം തുടരുകയാണ്. ഹാഷ്മി, കാഫർ സ്ക്രീൻഷോട്ട് വിവാദത്തിലാണ് ഇപ്പോൾ കോഴിക്കോട്ടെ യൂത്ത് കോൺഗ്രസ് മാർച്ച് ഉണ്ടായിരിക്കുന്നത്. പോലീസുമായി നേർക്കുന്ന ഏറ്റുമുട്ടലിലേക്ക് എത്തിയെങ്കിലും വലിയ സംഘർഷഭരിതമായ കാര്യങ്ങളുണ്ടായില്ല. സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലടക്കം മാർച്ചിന് നേതൃത്വം നൽകുന്നുണ്ട്. പലയാവർത്തി ജലപീരങ്കി പ്രയോഗം പ്രവർത്തകർക്ക് നേരെ ഉണ്ടായെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ അങ്ങോട്ടേക്ക് തന്നെ വീണ്ടും ഇരച്ചെത്തുകയാണ്. അവിടെ പോലീസും സമീപനം പാലിക്കുന്നുണ്ട്. ഏതായാലും ലാത്തിച്ചാർജിലേക്കോ ഒന്നും തൽക്കാലം പോകുന്നില്ല. കാഫർ സ്ക്രീൻഷോട്ട് വിവാദത്തിലാണ് പ്രതിഷേധം. അതിൽ കാസിം എന്ന് പറയുന്ന ആളുടെ പേരിലായിരുന്നു ആ വ്യാജ സ്ക്രീൻഷോട്ട് നിർമ്മാണമുണ്ടായത്. അതിനുശേഷം കാസിമല്ല എന്ന് സ്ഥിരീകരിക്കപ്പെടുമ്പോഴും അന്ന് പോലീസ് പറയുമ്പോഴും യഥാർത്ഥത്തിൽ ആരാണ് ആ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതയുണ്ട്. അതിൽ വ്യക്തത വരുത്തണം. ആരാണെങ്കിലും അവരെ പിടികൂടണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യൂത്ത് കോൺഗ്രസിൻ്റെ കോഴിക്കോട്ടെ മാർച്ച്.